നമസ്കാരം. പഠനത്തിനായി രാജ്യം വിടുന്നവരുടെ നാടായി ഇന്ത്യ മാറുന്നു. എന്നാൽ കാനഡ എന്ന കെണിയെക്കുറിച്ച് ആരെങ്കിലും മനസ്സിലാക്കുന്നുണ്ടോ? ഇതാണ് അവസ്ഥയെങ്കിൽ വരുമായിരുന്നില്ല എന്ന് പറയപ്പെടുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികൾ അവിടെയുണ്ട്. അവർ ഇനി എന്ത് ചെയ്യും എന്നുള്ള ആലോചനയിലുമാണ്. ഇന്ത്യക്കാർക്കിടയിൽ മാത്രമല്ല കേട്ടോ, ഉന്നത വിദ്യാഭ്യാസത്തിനായിട്ട് ആഗോളതലത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ അവർ തിരഞ്ഞെടുക്കുന്ന ഒരു രാജ്യമാണ് കാനഡ എന്ന് പറയപ്പെടുന്നത്. മികച്ച വിദ്യാഭ്യാസം മാത്രമല്ല, തൊഴിൽ, ജീവിക്കുവാനുള്ള സാഹചര്യം മാത്രമല്ല, സാംസ്കാരികമായിട്ടുള്ള വൈവിധ്യം, ചികിത്സാ ആനുകൂല്യങ്ങൾ, തൊഴിൽ ഉറപ്പ് അല്ലെങ്കിൽ തൊഴിൽ സുരക്ഷിതത്വം എന്നിങ്ങനെയൊക്കെ എണ്ണമറ്റ കാര്യങ്ങളാണ് വിദ്യാർത്ഥികളെ ഇവിടേക്ക് ആകർഷിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ തരമില്ല. അതുകൊണ്ടാണ് കുട്ടികളൊക്കെ ഇവിടുന്ന് കാനഡയിലേക്ക് പോകുന്നത്. എന്നാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഉപരിപഠനത്തിനായിട്ട് കാനഡയിലേക്കുള്ള വിദ്യാർത്ഥികളുടെ ഒഴുക്ക് അത് കുറഞ്ഞിരിക്കുന്നു എന്ന് വേണം പറയാൻ. കാരണം കാനഡയെക്കുറിച്ച് പുറത്തേക്ക് കേൾക്കുന്ന കാര്യങ്ങളല്ല ഇവിടെ എത്തുമ്പോൾ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നത് എന്നുള്ള ഒരു തിരിച്ചറിവ്. ആ തിരിച്ചറിവാണ് ഇപ്പോൾ ഈ കുട്ടികൾ കുറയുന്നതിന് കാരണമെന്നാണ് അന്താരാഷ്ട്ര വിദ്യാർത്ഥികളടക്കം പറയുന്നത് എന്ന് പറയേണ്ടി വരും. 2010 ഇന്ത്യയിൽ നിന്നും ഏകദേശം കാനഡയിലെത്തിയതാണ് മാലിക് എന്ന് പറയപ്പെടുന്ന ഒരു വിദ്യാർത്ഥി. പരിതാപകരമാണ് ഇവിടെ എത്തിയാലുള്ള അവസ്ഥയെന്ന് ആ മാലിക് എന്ന് പറയപ്പെടുന്ന വിദ്യാർത്ഥി തന്നെ പറയാണ്. അവിടെ ഭവന പ്രതിസന്ധിയുണ്ട്, തൊഴിലില്ലായ്മയുണ്ട്, ഭക്ഷണത്തിനായിട്ട് ഫുഡ് ബാങ്കുകളെ പോലും ആശ്രയിക്കേണ്ട അവസ്ഥയുണ്ടാകുന്നുണ്ട്. വളരെ വലിയ ദുരിതം മാത്രമാണ് വിദ്യാർത്ഥികൾക്ക് ഇവിടെ കാനഡയിൽ നേരിടേണ്ടി വരുന്നത് എന്നാണ് പല വിദ്യാർത്ഥികളും പറയുന്നത്. എന്നാൽ കാനഡയിലേക്ക് വരുമ്പോൾ ഈ യാഥാർത്ഥ്യങ്ങളൊന്നും ചിലപ്പോൾ വിദ്യാർത്ഥികളിൽ പലരും മനസ്സിലാക്കുകയോ അല്ലെങ്കിൽ അറിയുകയോ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് പലരും കാനഡയിലേക്ക് എത്തപ്പെടുന്നുണ്ട്. ട്യൂഷനും പാർപ്പിടവും ഭക്ഷണവും ഒക്കെ ആയിട്ട് വലിയ ചിലവുകൾ നേരിടണമെന്നുള്ള വലിയൊരു യാഥാർത്ഥ്യത്തിലേക്ക് കടക്കുമ്പോൾ തന്നെ പലരും തകർന്ന് തരിപ്പണമാകുന്നു. തകർന്നു പോകുന്ന അവസ്ഥയിലാണ് ഓരോ വിദ്യാർത്ഥികളുടെയും ജീവിതം എന്ന് പറയപ്പെടുന്നത്. അവർക്ക് സ്വാഭാവികമായിട്ടും തുടക്കത്തിൽ തന്നെ ചില കല്ലുകടികൾ, ചില ബുദ്ധിമുട്ടുകൾ പ്രതീക്ഷിച്ചിരുന്നു എങ്കിൽ കൂടിയും എന്നാൽ ഇത്രയും അധികം ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും ഇവിടെ എന്ന് തങ്ങൾ പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് വിദ്യാർത്ഥികൾ കരഞ്ഞുകൊണ്ട് പറയുന്നു. വാടകയും ജീവിത ചിലവും ഇൻഷുറൻസും കാർ പേയ്മെൻറ്റുകളും അടക്കമുള്ള ഇങ്ങനെ പലതരത്തിലുള്ള പേയ്മെൻറ്റുകൾ ഇങ്ങനെ ജീവിതം കഴിച്ചുകൂട്ടാൻ കഷ്ടപ്പെടുന്നൊരവസ്ഥ. ഇങ്ങനെ പലതരത്തിലുള്ള കഷ്ടപ്പാടുകളിലൂടെയാണ് അവിടെ ഇപ്പോൾ കുട്ടികൾ, പല നാട്ടുകളിൽ നിന്നുള്ള കുട്ടികളുള്ളത്. 2021 ബാരിയിലെ ജോർജിയൻ കോളേജിൽ ബിഗ് ഡാറ്റ അനലിറ്റിക്സിൽ സർട്ടിഫിക്കറ്റ് കോഴ്സ് പൂർത്തിയാക്കിയിട്ടുണ്ട് പലരും. പക്ഷേ നിലവിൽ ഒരു ഇൻഷുറൻസ് കമ്പനിയിൽ വർക്ക് ചെയ്യേണ്ട ഒരു സ്ഥിതിവിശേഷമാണ് പലർക്കും ഉണ്ടായിരിക്കുന്നത്. ഇങ്ങനെ പലരും പലതരത്തിലുള്ള തൊഴിലുകളുമായി ബന്ധപ്പെട്ടിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷേ അവരുടെ കുടുംബത്തോടൊപ്പം ജീവിക്കുവാൻ വളരെ വലിയ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുന്നു. ആ ബുദ്ധിമുട്ടുകൾക്കിടയിലും തങ്ങളുടെ വർക്ക് പെർമിറ്റ് നീട്ടിക്കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലുമാണ് കാനഡയിൽ ഇപ്പോൾ കഴിയുന്നത് പലരും. അങ്ങനെ സ്വപ്നം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടിയിട്ട് വലിയ പ്രതീക്ഷയിൽ എത്തപ്പെട്ട കാനഡയിലേക്ക് എത്തപ്പെടുന്ന പലരും ഇപ്പോൾ മാറി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ പലരും PR ലഭിച്ച് ഇവിടെ സ്ഥിരതാമസമാക്കണമെന്ന സ്വപ്നത്തോടൊക്കെ വന്നവരാണ് പലരും. പക്ഷേ അവർക്കിപ്പോൾ അത് വേണ്ട. ഇപ്പോൾ അവർക്ക് പലർക്കും ഭയമുണ്ട് എന്നും വെറും സ്വപ്നം മാത്രമായി നിലനിൽക്കുന്ന ഒരു ആശങ്കയാണ് ഇവിടെയെന്നും കാനഡയെന്നും പറയപ്പെടുന്ന തരത്തിലേക്ക് ഇന്ത്യക്കാരായിട്ടുള്ള പല കുട്ടികളും എത്തുന്നു എന്നുള്ളതാണ്. പലരും ഇവിടെ എത്തിയിട്ടുള്ളത് വിദ്യാഭ്യാസത്തിന് വേണ്ടി മാത്രമാണ്. വിദ്യാഭ്യാസത്തിന് ശേഷം ഒരു ജോലി സമ്പാദിക്കുക, അതിലൂടെ സമ്പാദ്യം ഉണ്ടാക്കിയെടുക്കുക എന്നൊക്കെ പറയുന്ന ഒരു ലക്ഷ്യത്തോടു കൂടി എത്തിച്ചേർന്ന ഒട്ടനവധി പേർ ഇന്ന് താങ്ങും തണലുമാകേണ്ട സ്ഥലത്ത് നിന്ന് കണ്ണീരോടുകൂടി വിട പറയേണ്ട ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തപ്പെടുന്നു. കാനഡയിൽ ജോലി കണ്ടെത്തുന്നത് എത്ര വലിയ ബുദ്ധിമുട്ടാണ് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ കുട്ടികൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അത്രത്തോളം പാടുപെടുന്നുണ്ടവർ. എണ്ണിയാലൊടുങ്ങാത്ത ജോലി അപേക്ഷകൾ അയച്ചു കഴിഞ്ഞു പലപ്പോഴും പലരും. അവിടെ പഠിച്ചിറങ്ങിയ കുട്ടികൾ അടുത്ത ബിസിനസ്സുകളിൽ തൻ്റെ ബയോഡാറ്റകൾ അടക്കമുള്ള പകർപ്പുകൾ തുടർച്ചയായി അയച്ചുകൊണ്ടിരിക്കുന്ന പലരുമുണ്ട് വിദ്യാർത്ഥി സമൂഹത്തിനുള്ളിൽ. പക്ഷേ അഭിമുഖത്തിന് പോലും ആരും ഇവരെ ഒന്നും വിളിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത എന്ന് പറയുന്നത്. നിലവിൽ അതിജീവനത്തിന് വേണ്ട ശ്രമമാണ്. അതിജീവിക്കാൻ മാത്രമല്ല, തൻ്റെ വിദ്യാഭ്യാസത്തിനുള്ള പണം ഉൾപ്പെടെയുള്ള സാമ്പത്തിക ബാധ്യതകൾ നിറവേറ്റാൻ കൂടി 3 പാർട്ട് ടൈം ജോലികൾ ചെയ്യുന്ന പല വിദ്യാർത്ഥികളും ഇന്ന് കാനഡയിലുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവരുടെയൊക്കെ ശ്രമങ്ങൾ പാഴാകുമോ എന്നാണ് ഇപ്പോഴത്തെ ആശങ്ക എന്നുകൂടി പല വിദ്യാർത്ഥികളും പറയുന്നുണ്ട്. എന്തിനാണോ കാനഡയിലേക്ക് ഒരു ജീവിതം തേടിയെത്തിയത്, ആ ജീവിതം അവർക്ക് ലഭിക്കാതായി പോകുന്നു എന്നുള്ള വലിയ ദുഃഖത്തിലാണ് ഇവിടുത്തെ കുട്ടികളെന്ന് പറയപ്പെടുന്നത്. ആഗോള വ്യവസ്ഥിതിയിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠനത്തിനായി എത്തുന്ന ഒരിടം കൂടിയാണ് കാനഡ.
വലിയ സുഖസൗകര്യങ്ങൾ അടക്കമുള്ളവ ലഭിക്കുന്നു, മാത്രമല്ല വലിയ ജോലി ലഭിക്കുന്നു, വലിയ സമ്പാദ്യം ഉണ്ടാക്കാൻ കഴിയുന്നു, വലിയ ശമ്പളം നേടാൻ കഴിയുന്നു. ഇങ്ങനെ ജീവിതത്തിൻ്റെ സകലമാന തുറകളിലും വലിയ മാറ്റങ്ങൾ സംഭവിക്കാവുന്ന ഒരു രാജ്യം കൂടിയായിരുന്നു കാനഡ എന്ന് പറഞ്ഞാൽ ആ കാനഡയിലേക്ക് എത്തുമ്പോൾ ഇപ്പോൾ എത്തുന്ന വിദ്യാർത്ഥികൾക്ക് തിരികെ പോയാൽ മതി ഒരു സിറ്റുവേഷൻ, ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നുണ്ട് എങ്കിൽ കാനഡയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതുമല്ല സംഭവിക്കുന്നത് എന്നാണ്. കാനഡ ഒരുപാട് മാറിപ്പോയിരിക്കുന്നു. ഇന്നിപ്പോൾ സ്വകാര്യ സ്വാശ്രയ കൽപ്പിത സർവകലാശാലകൾ അടക്കമുള്ളവ നമ്മുടെ കേരളത്തിലേക്ക് വരാൻ പോകുന്ന ഈ സാഹചര്യത്തിൽ ഇങ്ങനെ കടൽ കടന്ന് ചെന്ന് കാനഡ പോലുള്ള സ്ഥലങ്ങളിൽ പഠിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് കുട്ടികൾ ചിന്തിക്കേണ്ട കാലഘട്ടത്തിലാണ്. അങ്ങനെ തങ്ങളുടെ കരിയർ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി കടൽ കടന്നു പോകുന്ന കുട്ടികൾക്ക് പക്ഷേ ഇപ്പോൾ ആശ്വാസമാകേണ്ട കാനഡ കണ്ണീര് നൽകുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. കേരളത്തിലാണെങ്കിൽ ഇവിടെ തുടങ്ങാൻ പോകുന്ന സ്വാശ്രയ സംവിധാനങ്ങളിലുള്ള സർവകലാശാലകളിൽ വിദ്യാർത്ഥികൾ പഠനത്തിനെത്തുമോ എന്ന് തന്നെ കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. കാരണം ഇവിടെ ഒരിക്കലും അടിസ്ഥാന സൗകര്യ വികസനങ്ങളോ അടിസ്ഥാന സൗകര്യമോ തന്നെ കുട്ടികൾക്ക് ലഭിക്കില്ല എന്നുള്ള ആശങ്ക നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ സ്വകാര്യ സർവകലാശാലകൾ തുടങ്ങിയാൽ പോലും കുട്ടികളെത്തുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അത് കേരളത്തിലെ സ്ഥിതിവിശേഷമാണ്. ഇപ്പോൾ കാനഡയിൽ നടക്കുന്ന സ്ഥിതിവിശേഷം കണ്ണീരോടുകൂടി വിദ്യാർത്ഥികൾ തിരികെ എത്തുവാനുള്ള ശ്രമം നടത്തുന്നു എന്നുള്ളതാണ്.